കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ന്യൂസ് ആയിരുന്നു എറണാകുളം മാർക്കിൻ്റെ കുറച്ച് ഭാഗത്തുള്ള ഫ്യൂസ് KSEB കട്ട് ചെയ്തെന്നുള്ളത്. ഏകദേശം 70 കോടി രൂപക്ക് മുകളിൽ കാശ് ചിലവാക്കി കൊട്ടിഘോഷിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ട ഈ എറണാകുളം മാർക്കറ്റ് കെട്ടിടം ഈ താഴത്തെ ഫ്ലോർ ഒഴിച്ച് ഫസ്റ്റ് നിലയിലും അതിൻ്റെ മുകളിലോട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇതുവരെയായിട്ടും, അതായത് 3 മാസം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പച്ചക്കറിയുടെയൊക്കെ ആ ഒരു ഭാഗങ്ങളാണ്, ആ ഭാഗത്തുള്ള കച്ചവടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ മുകളിലുള്ള ഈ പറയുന്ന ചിക്കൻ പോലുള്ള സ്റ്റോളുകൾ മാത്രമേ അവിടെ ആയിട്ടുള്ളൂ. ഇനി അവിടെ ബീഫിൻ്റെ സ്റ്റോളുകൾ വരാനുണ്ട്, മട്ടൻ, ഫിഷ്, അങ്ങനെയുള്ള സ്റ്റോളുകളൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇതുവരെ ആയിട്ടുള്ളത് തന്നെ പക്ഷേ വളരെ മലിനീകരമായ അവസ്ഥയിലാണ്, വളരെ സ്മെല്ലാണ്. അവിടെ ഈ പറയുന്ന ഡ്രെയിനേജൊക്കെ വളരെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയിലാണ്. നാറ്റം കൊണ്ട് അവിടെ നിൽക്കാൻ 3 മാസമായിട്ടും ഈ പറയുന്ന സ്റ്റോളുകളൊന്നും എന്തുകൊണ്ടേ ആയിട്ടില്ല എന്നുള്ളത് വളരെ ദുരൂഹമായിട്ട് തുടരുകയാണ് കേട്ടോ. അശാസ്ത്രീയമായ പല കാര്യങ്ങളും ഈ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ ഈ കോർപ്പറേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് എക്സോസ്റ്റ് വെച്ചിട്ട് അവർ ശരിയാക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം കറണ്ട് പോയപ്പോൾ തന്നെ അവിടെ ശ്വാസം മുട്ടുന്ന പോലത്തെ അവസ്ഥ വരെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ അതിനകത്ത് കയറണമെങ്കിൽ അതേപോലുള്ള ക്രമീകരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ കയറത്തുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ CSMലും കോർപ്പറേഷനൊക്കെ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ പറയുന്ന എറണാകുളം മാർക്കറ്റ് എന്നുള്ള ഇത് വലിയൊരു ദുരന്തമായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.